രേണുസുദിനെ അറിയില്ലേ? അറിയാം. രേണുസുദിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. വീഡിയോസ് കാണാറുണ്ടോ? ഇല്ല, അധികമൊന്നും കാണാറില്ല. അത്യാവശ്യം റീൽസ് ആയിട്ടൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അത്രേ ഉള്ളൂ. കാണുമ്പോൾ എന്താ റിയാക്ഷൻ? എന്തായാലും ലൈക്ക് ചെയ്യാറുണ്ടോ അതോ സ്കിപ്പ് അടിക്കുകയോ ചെയ്യുക? അങ്ങനെയൊന്നുമില്ല. അവർ വീഡിയോ ഇടുന്നത് അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി. നമുക്കതിൽ ഒരു പരിധി ഉണ്ടല്ലോ അഭിപ്രായം പറയാനൊക്കെ. അല്ല, വീഡിയോ കാണുമ്പോൾ എന്തായിരിക്കും ഒപ്പീനിയൻ? അതായത് ആ വീഡിയോക്കുള്ള ഒപ്പീനിയൻ എന്താ? നല്ല അഭിപ്രായം. വേറെ മോശമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ അഭിപ്രായം പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ളവരുടെ അഭിപ്രായം നെഗറ്റീവ് ആയിരിക്കും. അത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ, അത് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിൻ്റെതായിരിക്കും. സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടോ? ഇല്ല. ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ? ഇല്ല. ഒന്നുമില്ല. വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കാണും, അത്രേ ഉള്ളൂ. ജസ്റ്റ് അത്ര. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. മൂന്നാൾക്കും നല്ല അഭിപ്രായം. വീഡിയോസ് കാണുമ്പോൾ എന്താ തോന്നുന്നത്? വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇനിയും പോട്ടെ, മുന്നോട്ട് തന്നെ പോട്ടെ. മുകളിലോട്ട് എയറിൽ പോകണം? അല്ല, അങ്ങനല്ല. ആൾക്ക് ആളെ പാഷൻ അതാണ്. അപ്പൊ ആൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. നമുക്ക് ആരെയും ഈ വീഡിയോസ് അങ്ങനെ കാണുമ്പോൾ മോശം രീതിയിൽ തോന്നാറുണ്ട്. നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കമന്റ്സിലൊക്കെ നല്ല നെഗറ്റീവ് വരാറുണ്ട്, കാണാറൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സ്വയം കാണുമ്പോൾ നെഗറ്റീവായി തോന്നാറുണ്ടായിരുന്നു? ചില വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് തോന്നാറുണ്ട്. കാരണം ആളെന്നെ ആളെ ന്യായീകരിക്കലുണ്ട്. പക്ഷെ അത് കാണുന്ന സമയത്ത് നമുക്കറിയാം അതെത്ര ന്യായീകരിച്ചാലും അത് നല്ലതല്ല, സത്യതല്ല നമുക്കറിയാം. എന്നാ പോലും ആളെ ചിന്തിച്ചോട്ടെ. അത് ബാഡാണല്ലോ. അപ്പൊ അതിലിപ്പോ കുറെ പേര് ഇങ്ങനെ ബാഡായി സംസാരിക്കല്ല, കണ്ടതാണ് അവര് പറയണത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോ ആള് പിന്നെ അത് വന്നിട്ട് ന്യായീകരിക്കാന്ന് പറയില്ല. ആളെ കാര്യം പറയാം, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ പറയുന്നു. പക്ഷെ അത് ഇപ്പൊ ഒരു വ്ളോഗറോ അങ്ങനെ ആരെങ്കിലും അത് എടുത്തിട്ട് പറയുകയാണെങ്കിൽ കൂടിയും അവരെ ബാഡാക്കി സംസാരിക്കല്ല, അവർ ചെയ്ത കാര്യമാണ് അതിൽ പറയണുള്ളൂ. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരെ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കാം. രേണുസുര സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അല്ല, ഞങ്ങള് വീഡിയോസ് ഇങ്ങനെ ഓരോ കുറച്ച് വീഡിയോസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെ വീഡിയോസ് അല്ല, ഇങ്ങനെ യൂട്യൂബേഴ്സ് ഒക്കെ ഇടുണ്ടല്ലോ, അങ്ങനെ കണ്ടിട്ടല്ല. അല്ലാതെ അതിനെ ഫോളോ ചെയ്തിട്ട് ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ടുള്ള അറിവേ ഉള്ളൂ. മാത്രം ടാർഗറ്റ് ചെയ്യണ്ടെന്ന് തോന്നാറുണ്ടോ? ചിലവര് അങ്ങനെ തോന്നാറുണ്ടോ ചോദിച്ചാൽ അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആള് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ. കൂടുതലും റിയാക്ഷൻ വീഡിയോസ് ആണ് ആളെ പറ്റി വരുന്നത്. അത് ആള് ചെയ്തിട്ടുള്ള വീഡിയോ വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത്ര ടാർഗറ്റ് ചെയ്യുന്നു. പുണ്യ, മന്യ, സുഫൈനത്ത്. രേണുസുജിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? അതാണ് നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. വീഡിയോസ് കാണുമ്പോ എന്താ തോന്നാറ്? ഇൻസ്റ്റാഗ്രാമില് ഒന്നും തോന്നാറില്ല, കാണാറില്ല. റെക്കമെൻഡേഷൻ വരാറ് തന്നെയല്ലേ ഇൻസ്റ്റാഗ്രാമില്? വരും. നല്ലതാണെ കാണില്ല, സ്കിപ്പ് അടിക്കും. നോട്ട് ഇൻട്രസ്റ്റ് സ്കിപ്പ് അടിക്കാല്ലോ, എന്നാണല്ലോ അങ്ങനെ ഒരു ഓപ്ഷൻ. എന്താണ് രേണുസുജിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? അങ്ങനെ അഭിപ്രായം ഒന്നുമില്ല. അഭിപ്രായം നെഗറ്റീവ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നെഗറ്റീവ്. നോ കമന്റ്സ്. അപ്പോൾ വീഡിയോസ് ഒക്കെ വരുമ്പോൾ എന്ത് തോന്നാറ്? അങ്ങനെ കാണാറില്ല. നല്ല വീഡിയോസ് ആണ് കാണും, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കും. നോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാറ്? ഇല്ല, കാണാറില്ല. അങ്ങനെ അല്ല, എന്താ ഓരോ ഇഷ്ടം? വീഡിയോസ് ഇടുന്നതും. വീഡിയോസ് കാണുമ്പോ എന്താ തോന്നാറ്? ഞാൻ അങ്ങനെ കാണാറില്ല, നല്ല വീഡിയോസ് കാണാം. അഭിപ്രായമൊന്നുമില്ല. ഒരു അഭിപ്രായമില്ല. മോശമായിട്ടാണോ പറയണത്? അല്ല, ആളുടേതായ കണ്ടന്റ്സ് ഇടുന്നുണ്ട്, ഇടയ്ക്ക് വരുന്നപ്പോൾ കാണുന്നുണ്ട്. നല്ലതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അടിച്ചു. അല്ല, സ്കിപ്പല്ല, ജസ്റ്റ് കണ്ടിട്ട് അങ്ങ് അടുത്ത് സ്ക്രോൾ ചെയ്ത് പോവുകയാണ്. നമ്മളതിലൊന്നും വലുതായിട്ട് ഇത് ചെയ്യുന്നില്ല. അതായത് ഒരു കണ്ടന്റും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് കണ്ടന്റ് കാണുമ്പോൾ നെഗറ്റീവായി തോന്നാറുണ്ടോ സ്വയം? ഇല്ല, ഇതുവരെ ഒരു കണ്ടന്റ് നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല, അങ്ങനെ നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇഷ്ടമാണ് മൊത്തത്തില്? ഇഷ്ടമാണെന്നല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരു ജഡ്ജ് ചെയ്യാൻ. അതെ. ജസ്റ്റ് അവർ ചെയ്യുന്നു, നമ്മൾ ചിലപ്പോൾ കാണുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നില്ല? അറിയത്തില്ല, നോക്കിയാലേ അറിയാം. നോക്കി ഫോളോ ചെയ്യുന്നില്ല. പേരെന്താ? ദേവനന്ദൻ.